നമോ നാരായണായ. ദ്വിതീയസ്കന്ധം, ദശകം 4. കല്യതാം മമ കുരുഷ്വത്താവതീം കല്യദേവവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ശ്ലോകം 2. ബ്രഹ്മചര്യദൃഢദാദിഭിര്യമയീ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീസുഖാസനം പങ്കജാദ്യമഭിവാഭവത്പരാഃ. ശ്ലോകം 3. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാപഹത് അസ്മഹേ ഭവദുപാസനോ മുഖാഃ. ശ്ലോകം 4. അസ്ഫുടേ വപുഷി പ്രയത്നതോ ധാരയേ മദിഷണാ മുഹുർമുഹു തേന ഭക്തിരസമന്തരാദ്രധാ മുദ്വഹേമഭവദംഘ്രിചിന്തകാഃ. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. നമസ്തേ. ശ്രീമൻ നാരായണത്തിൽ 3 ദശകത്തിലെ ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഇനി ദ്വിതീയസ്കന്ധം ദശകം 4 അഷ്ടാംഗയോഗവും യോഗസിദ്ധി വർണ്ണനയും. ഈ ദശകത്തിൽ അഷ്ടാംഗയോഗത്തെക്കുറിച്ചും യോഗസിദ്ധിയെക്കുറിച്ചും യോഗസാധനയെപ്പറ്റി വിശദീകരിക്കുന്നൊരു ഭാഗമാണ്. അതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ യയാ ഭവദുപാസനം കല്യതേ മമതാവതീം കല്യതാം കുരുഷ്വ. ഗുരുവായൂരപ്പ അഭിസംബോധന ചെയ്തിട്ട് തുടങ്ങുന്നത് അങ്ങയെ ഉപാസിക്കുവാൻ എത്രത്തോളം ആരോഗ്യം ആവശ്യമാണോ അത്രത്തോളം ആരോഗ്യം എനിക്ക് നൽകണമേ. കാരണം പ്രാർത്ഥിക്കാനും ഓർമ്മയിലൂടെ ശ്ലോകങ്ങൾ ചെല്ലാനും ഒക്കെ ആരോഗ്യം വേണമല്ലോ. മനസ്സിന് അതിൻ്റേതായ ശക്തി വേണം, കായിക ശക്തി വേണം, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് ഭഗവാൻ തന്നെയാണ് തരേണ്ടത്, ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയാണ്. അതായത് അങ്ങയുടെ ഈ അപദാനങ്ങളെപ്പറ്റിയും മഹാത്മ്യത്തെക്കുറിച്ചൊക്കെയാണല്ലോ ഞാൻ വർണ്ണിക്കുന്നത്. അപ്പം അതിന് ആരോഗ്യത്തിനൊന്നും വിഷമമില്ലാതെ അതിനുള്ളതായ ശക്തി നൽകണമേ എന്ന് പറയുകയാണ്. പുഷ്ടയ അഷ്ടവിധയോഗചര്യയ ആശു തവ തുഷ്ടിയും സ്പഷ്ടം ആപ്നുയാം. പൂർണ്ണമായി അഷ്ടാംഗ യോഗ അനുഷ്ഠിച്ച് കാലതാമസമില്ലാതെ അങ്ങയുടെ പ്രസാദം ഞാൻ അനുഭവിക്കുമാറാകട്ടെ. ഇവിടെ അഷ്ടാംഗ യോഗത്തെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. അതിന് രാജയോഗം എന്നും പറയും. 8 അംഗങ്ങളടങ്ങിയ ഒരു യോഗ. അത് വളരെ പ്രാചീനമായ ഒരു സാധനാ സമ്പ്രദായമാണ്. പതഞ്ജലി മഹർഷിയാണ് യോഗ സാധനയെപ്പറ്റി വിശദമായി ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തന്നെ ഉണർത്തുക എന്നതാണ് ഈ അഷ്ടാംഗ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ അഷ്ടാംഗ യോഗം എന്തൊക്കെയാണ്? 8 അംഗങ്ങളാണ് എന്നല്ലേ പറയുന്നത്. അഷ്ടാംഗം എന്ന് പറയുമ്പോൾ അത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് ഈ അഷ്ടാംഗ എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നിച്ചു ചേരൽ അത് പ്രത്യേക ശക്തിയെ അല്ലെങ്കിൽ സിദ്ധിയെ നൽകുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. ഇനി 2-ാമത്തേത് ശ്ലോകം 2. അമീ ഭഗവത്പരാഹ. അത് വളരെ ശ്രദ്ധിക്കണം. അവിടെ ഉപയോഗിച്ച വാക്ക് അടിയങ്ങൾ
അങ്ങയെ ആശ്രയിക്കുന്നവരായി എന്ന് പറഞ്ഞു. അടിയങ്ങൾ എന്നുള്ള വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് രാജാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ അടിയങ്ങൾ എന്ന പ്രയോഗം അത് വിനയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രത്യേക ഭാവമാണ്. ആ പറയുന്ന സമയത്ത് താൻ ഒന്നുമില്ലാത്തൊരവസ്ഥ എന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന് കാണിക്കുന്ന അഹങ്കാരം തീരെയില്ലാത്തൊരവസ്ഥ. ആ സമയത്താണ് അടിയങ്ങൾ എന്ന് പറയും. ബ്രഹ്മചര്യ ദൃഢതാദിഭിയമൈ ആപ്ലവാദിനിയമൈ ച സത്യം, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ യമപഞ്ചകങ്ങളാലും ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നീ നിയമപഞ്ചകങ്ങളാലും പാവിതാഹ പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസന അബീവ, സുഖാസനം, പങ്കജാസനം മുതലായ ആസനങ്ങളെ സ്വീകരിച്ച് പരിശീലനം ചെയ്ത് ഉറപ്പിക്കുക. ഇനി അഷ്ടാംഗ യോഗത്തിലെ ഓരോ അംഗങ്ങളെ പറ്റിയും വിശദീകരിക്കുകയാണ്. അതിലാദ്യത്തെ ഇത് യമനിയമങ്ങൾ എന്നാണ് പറയുന്നത്. യമം, നിയമം. യമം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. നിയമം എന്ന് പറയുന്നതും 5 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യമപഞ്ചകം, നിയമപഞ്ചകം എന്ന് പറയും. അപ്പോൾ അതിൽ യമം എന്തൊക്കെയാണ്, 5 എണ്ണം എന്താണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. സത്യം പറയുക, അഹിംസ പാലിക്കുക, കളവ് ചെയ്യാതിരിക്കുക, ബ്രഹ്മചര്യം ദീക്ഷിക്കുക, സൗജന്യമായി ഒന്നും സ്വീകരിക്കാതിരിക്കുക എന്നിവയാണ് യമപഞ്ചകം. നമ്മൾ യോഗസിദ്ധിക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ പരിശുദ്ധരായിത്തീരണം, അതാണ്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മുടെ ജീവിത ചര്യയിൽ പ്രധാനമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് യോഗ സാധന അവലംബിക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല, മനസ്സ് നിൽക്കില്ല അവിടെ, അതാണ്. അപ്പോൾ ഇവിടെ സത്യം പറയുക, യമത്തിൻ്റെ ആദ്യത്തെ സത്യം പറയുക. അവിടെ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും യോഗ സാധന ചെയ്യുന്നുണ്ട്, യോഗം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ യമത്തിലെ ആദ്യത്തെ നിയമം എത്ര പേര് പാലിക്കുന്നുണ്ട്? സത്യം പറയണം, എങ്കിലേ ആ യോഗയിലയുടെ ഉപാസനയ്ക്കുള്ള അംഗീകാരമല്ല, അതിൻ്റെ അർഹത നേടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ, എപ്പോഴും സത്യം പറയാന്നുള്ളത്. അതികഠിനമാണ്, അതും ഓർമ്മ വേണം. ബോധപൂർവം കളവ് പറയരുത് എന്നാണ്. അതിനൊരു ബലം വേറെ കിട്ടാനുണ്ട് മനസ്സിൽ. അഹിംസ പാലിക്കുക. അഹിംസ എന്ന് പറഞ്ഞാൽ ഒരാളെ വേദനിപ്പിക്കുക, മനസ്സിനെ വേദനിപ്പിച്ചാൽ തന്നെ അത് ഹിംസയായി. മനോവേദന നൽകുന്ന വാക്കുകൾ പറയുക, പീഡിപ്പിക്കുക, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഹിംസയിൽ വരുന്നതാണ്. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും നശിപ്പിക്കുക, അതൊക്കെ ഹിംസയാണ്. പ്രകൃതിയിലുള്ളതെല്ലാം ഭഗവാന്റേതാണ്, അവർക്കൊക്കെ നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിതമുണ്ട് എന്ന ചിന്ത വേണം എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിലത് പറയുന്നുണ്ടല്ലോ ഭഗവാൻ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച. അർജുന, ഞാൻ സൃഷ്ടിച്ച ഈ ജീവജാലങ്ങളെയും ഒക്കെ വെറുക്കാൻ പാടില്ല, ഒന്നിനെയും വെറുക്കാൻ പാടില്ല. പർവ്വതങ്ങളും വയലുകളും ഒക്കെ എൻ്റെ സൃഷ്ടിയാണ്, ഒന്നിനെയും ദ്വേഷിക്കരുത്, നശിപ്പിക്കരുത്. മാത്രമല്ല മൈത്രകരുണയേവച, അതിനോട് സ്നേഹവും കാരുണ്യവും കാണിക്കണം, എങ്കിലേ ആ വ്യക്തി എൻ്റെ ഭക്തനാവുള്ളൂ. നമ്മളെപ്പോഴും പറയും ഞാൻ ഗുരുവായൂരപ്പ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഭഗവാൻ പറഞ്ഞ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം, അല്ലെങ്കിൽ അത് പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ ഹിംസിക്കാൻ പാടില്ല. കളവ് ചെയ്യാതിരിക്കുക. കളവ് ഏത് തരത്തിലുള്ള കളവും, ഒരു സാധനം എടുത്ത് കാണാതെ മോഷ്ടിക്കുന്നത് മാത്രമല്ല, കള്ളപ്രമാണം എഴുതുക, കള്ളസാക്ഷി പറയുക, ഇതെല്ലാം കളവാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ, അതും കളവിൽപ്പെടുന്നതാണ്, പാടില്ല. ബ്രഹ്മചര്യം ദീക്ഷിക്കുക. എല്ലാറ്റിനും ഒരു മിതത്വം പാലിക്കുക എന്നാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. എല്ലാറ്റിനും ഒരു നിയന്ത്രണം. ഭക്ഷണം കഴിക്കുമ്പോഴും അതിനൊരു നിയന്ത്രണം വേണം. കണ്ടമാനം വാരി വലിച്ച് കഴിക്കാൻ പാടില്ല.
അത് എത്ര നേരത്തിൽ കഴിക്കുള്ളൂ, 2 നേരം 3 നേരം, അതിനപ്പുറത്തേക്ക് പാടില്ല. അങ്ങനെയുള്ള എല്ലാറ്റിൻ്റെ ഒരു നിയന്ത്രണം, സ്വയം ഏർപ്പെടുന്ന നിയന്ത്രണം, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അത് വേണം. പിന്നെ സൗജന്യമായി ഒന്നും സ്വീകരിക്കാതിരിക്കും. ആരെങ്കിലും നമുക്ക് വെറുതെ ഒന്ന് തരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കരുതെന്ന് തന്നെ പറയും. അതിലെന്തെങ്കിലും നമ്മൾ പകരം കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ 2 കൈകളും വെച്ചൊരു അനുഗ്രഹമെങ്കിലും കൊടുക്കണം. അല്ല അതും വാങ്ങിയുടെ പോക്കറ്റിട്ട് വരികയല്ല. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളം അന്നദാനം നടക്കുന്നു. വിവാഹത്തിനായാലും എന്തിനായാലും ക്ഷേത്രത്തിൽ പ്രസാദം നൽകുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തെങ്കിലും പകരമായിട്ട് അങ്ങോട്ട് നൽകണം. എത്ര പേര് നൽകുന്നുണ്ട്? അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ എന്താ പറയുക, ജീവിതത്തിലെ ധർമാധർമ്മ ചിന്തകൾ വരുമ്പോൾ ഇതൊക്കെ വരും. എല്ലാം വിളിച്ചതിക്കിലൊക്കെ നമ്മൾ വിവാഹം സദ്യ അതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അവരൊക്കെ വിളിക്കണം. ഇപ്പോൾ നമ്മൾ അത്ര പരിചയമില്ലാത്ത ഒരു ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്, ശരി പോവാം. പക്ഷേ അവരെ പിന്നീട് മറക്കരുത്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ നല്ലൊരു അവസരം വരുമ്പോൾ അവരെയും വിളിക്കണം. ഇതിപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. സാധന എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ എന്തെങ്കിലും തരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പലരും വിവാഹത്തിന് വിളിച്ച് പോകുന്നുണ്ട്, ഒന്നും കൊടുക്കാതെ തിരിച്ചു വരുന്നുണ്ട്. അത് ശരിയാണോ? മുമ്പൊക്കെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ അതൊന്നും വേണ്ട എന്നതിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്തായി? നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? വെറുതെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപരിഗ്രഹം, നമ്മൾ എന്തെങ്കിലും ഒന്ന് നൽകുക തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സനാതനധർമ്മത്തിലെ തത്വങ്ങളാണ്. അതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ, ആചരിക്കുമ്പോഴേ നമ്മൾ വാസ്തവത്തിൽ ഒരു ഹിന്ദു എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 5 എണ്ണമാണ് യമം എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ പാലിച്ച് വരിക എന്നുള്ളത്. പിന്നെ നിയമപഞ്ചകം, അതും നമുക്ക് നോക്കാം. ശൗചം, ശുചിത്വം. ശുചിത്വം എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധി മാത്രമല്ല, മനഃശുദ്ധി വേണം. ശുദ്ധമായ ചിന്തയുണ്ടായിരിക്കണം. അതും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണശുദ്ധനാവുള്ളൂ. അല്ലാതെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഉള്ളിലൊക്കെ വേണ്ടാത്ത ചിന്തകളും ദ്രോഹിക്കേണ്ട ചിന്തയും പിന്നെ ഏഷണി പറയും ഇതൊക്കെ ഉണ്ടെങ്കിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടത് പോവില്ല. മനസ്സിനും ശുദ്ധമാക്കണം. അതാണ് ശുചിത്വം എന്ന് പറയുന്നത്, ശൗചം എന്ന് പറയുന്നത്. പിന്നെ സന്തോഷം. എപ്പോഴും നമ്മൾ ഒരു വിഷമാവസ്ഥ ആവരുത് സന്തോഷം. കാരണം ഉള്ളിൽ ആത്മാവുണ്ട്. നമ്മുടെ ശരീരം പോയാലും ആത്മാവ് നിലനിൽക്കുന്നു. ശാശ്വതമായ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ പ്രകാശം കൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന ചിന്ത വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, ഒരു ഉറപ്പ്, അതിനാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് മുഖത്ത് പ്രസാദാത്മകത കാണിക്കണം. അല്ലാതെ പിരിമുറുക്കം മുഖത്ത് ചിലവർ കാണിക്കും, ചിലവർ ചിരിച്ചാൽ പകരം ചിരിക്കില്ല. എന്തൊരു ഗൗരവമാണ് ചിലവർ. ആ മാംസപേശികളിങ്ങനെ മുറുക്കി പിടിക്കും, ആരെയും നോക്കില്ല. ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കില്ല. അതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. സന്തോഷം വേണം. തപസ്, മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഈ തപസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് കർമ്മമായിക്കോട്ടെ അത് ചെയ്യുമ്പോൾ മനസ്സ് മുഴുവൻ ആ കർമ്മത്തിലായിരിക്കണം. അതിൻ്റെ ഇടയിൽ വേറൊന്ന് നോക്കുക, അല്ലെങ്കിൽ വേറൊന്ന് തൊട്ട് വെക്കുക, അവിടെ പോവുക, ഇവിടെ പോവുക. പിന്നെ ഈ വസ്തു ചിലപ്പോൾ മറന്നും പോവും, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാടില്ല. ഏത് കർമ്മമായാലും അതിൽ തന്നെ പൂർണ്ണമായ മനസ്സ് വേണം. അതുതന്നെയാണ് തപസ്. പിന്നെ സ്വാധ്യായം, അറിവ് നേടേണ്ടതായ എല്ലാവിധ ഗ്രന്ഥങ്ങളും വായിച്ചുകൊണ്ടേയിരിക്കണം. പുരാണ പാരായണം നിത്യവും വേണം. അതുപോലുള്ള മറ്റ് സ്തോത്രങ്ങൾ ചൊല്ലുക. പിന്നെ നമ്മൾ അറിവ് നേടാനായിട്ടുള്ള പല നല്ല നല്ല ഗ്രന്ഥങ്ങളുണ്ട്, അത് നമ്മൾ വായിക്കുക. അതാണ് സ്വാധ്യായം. വേദങ്ങളും ചൊല്ലണം എന്നുള്ളതാണ്. പിന്നെ ഈശ്വര പ്രണിധാനം.
എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു. നമ്മൾ എന്തൊന്നാണോ ചെയ്യുന്നത് അതൊക്കെ ഭഗവാനിൽ സമർപ്പിക്കുക. ഭക്ഷണം കഴിക്കുന്നു, അത് ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഏതൊരു കാര്യവും ഈശ്വരപ്രണിധാനം. ഇതാണ് നിയമ പഞ്ചകം. ഇതന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നതും. ജീവിതത്തിലെ പ്രധാന ആചാരാനുഷ്ഠാനം ഇതൊക്കെയാണ് പഞ്ചകവും നിയമപഞ്ചകവും. അതുതന്നെയാണ് ആചാരങ്ങൾ. അപ്പോൾ ഇതൊക്കെ ധ്യാനത്തിന് പോയി മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുമ്പേ ആദ്യം അനുവർത്തിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ തൽക്കാലം ദേഹശുദ്ധി വരുത്തിപ്പോയിട്ട് കണ്ണടച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതവും ശുദ്ധമായിരിക്കണം, നിത്യജീവിതവും ശുദ്ധമായിരിക്കണം. അതാണ് നിയമം പഞ്ചകം എന്ന് പറയുന്നത്. പിന്നീട് 3-ാമത്തെ ശ്ലോകത്തിൽ വയം അന്തഃ താരം സന്തതം അനുചിന്യ, താരകമന്ത്രമായ ഓങ്കാരത്തെ തുടർച്ചയായി ജപിച്ച് പ്രാണവായു അഭിയമ്യ നിർമ്മലാഹ, പ്രാണവായുവിനെ തനിക്ക് വിധേയമാക്കി നിർമ്മല പരിശുദ്ധമായ മനസ്സോടുകൂടി അതീന്ദ്രിയാണി വിഷയാത്തപഹൃത്യ, തുടർന്ന് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന്, അതായത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ പിൻവലിച്ച് ഭവതുപാസനാന്മുഖ ആസ്മനെ, അങ്ങയെ ഉപാസിക്കുവാൻ തയ്യാറാകാം. താൻ ഒരുങ്ങുകയാണ്. യോഗസാധന ഒരു ഉപാസനയായിട്ട് സ്വീകരിക്കാൻ പോവുകയാണ്. അഷ്ടാംഗയോഗത്തിൽ 4-ാമത്തെയും 5-ാമത്തെയും അംഗമാണ് പ്രാണായാമം, പ്രത്യാഹാരം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് പഞ്ചപ്രാണങ്ങളെ തനിക്ക് വിധേയമാക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. തുടർന്ന് വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്ന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ, അതായത് കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, അവയിൽ നിന്ന് പിന്തിരിപ്പിച്ച് സാധകൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. പ്രപഞ്ച സൃഷ്ടിയുടെ ആദിമന്ത്രമാണ് പ്രണവം അഥവാ ഓങ്കാരം. ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്നത് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. ഇവിടെ പ്രാണായാമം, പ്രത്യാഹാരം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ആസനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഏത് ആസനത്തിലിരിക്കണം? സുഖാസനത്തിൽ ആവാം, അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ പൽപ്പാസനത്തിലിരിക്കാം. ആ ഒരു ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് അടുത്ത അഷ്ടാംഗയോഗത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. തേ അസ്ഫുടേവ ബുഷി, അങ്ങയുടെ വ്യക്തമല്ലാത്ത വിഗ്രഹത്തിൽ, ശരീരത്തിൽ പ്രയത്നതാധിഷണാം മുഹൂധാര ഏമ, പ്രയാസപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്താം. ഭവത് അംഘ്രിചിന്തകാഹ, അങ്ങയുടെ തൃപ്പാദങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് തേന ഭക്തിരസം മന്ദഹ ആർദ്രതാം ഉദ്വഹേമ, ധാരണ പരിശീലിച്ചുകൊണ്ട് ഭക്ത്യാനന്ദത്തെയും അലിവുള്ള ഹൃദയത്തിൻ്റെ ഭാവത്തെയും പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ്. അത് യോഗ സാധന എന്ന് പറയുമ്പോൾ ധ്യാനത്തിനാണ് പ്രാധാന്യം. ആ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയും ചലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ്. ഇപ്പോൾ കുറച്ച് ധ്യാനം തുടങ്ങി 2 മിനിറ്റ് കഴിയുമ്പോൾ വേറെ ഒന്നിലും പോയി, ഇതുവരെയുള്ളതൊക്കെ പോയി. അപ്പോൾ അതിന് മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിനെ ആര് നിയന്ത്രിക്കണം? നമ്മൾ നിയന്ത്രിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കണം. മനസ്സേ, ഞാനിതാ ധ്യാനത്തിലേക്ക് പോവുകയാണ്. ആ ധ്യാനത്തിലിരിക്കുമ്പോൾ മനസ്സ് വേണ്ടാത്ത ഒന്നിലേക്കും പ്രവേശിക്കരുത്, എന്നെ സഹായിക്കണം എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അത് ഈ സാധകനും തൻ്റെ സ്വന്തം മനസ്സും ശ്രദ്ധിച്ചു എന്നാണ്. അതാണ് ധാരണ എന്ന് പറയുന്നത്. ഈ ധ്യാനത്തിൽ പോകുന്ന ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സും തമ്മിൽ ഒരു ധാരണയിൽ എത്തിച്ചേരണം. അത് അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്, വേറൊരാൾ ചെയ്യേണ്ടതല്ല, സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ധാരണ എന്ന് പറയുന്നത്. പിന്നീട് 5-ാമത്തത് ത്വദാശ്രയ, അങ്ങയെ ശരണം പ്രാപിച്ചവർ ധ്യാനയോഗനിരതാഹ, ധ്യാനയോഗത്തിൽ താൽപ്പര്യമുള്ളവരായിട്ട് വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വപുഹു, എല്ലാ അവയവങ്ങളും വ്യക്തമാക്കപ്പെട്ട അങ്ങയുടെ മിന്നിത്തിളങ്ങുന്ന വിഗ്രഹം സുചിരശീലനാവശാത് അശ്രമം മനസ്സി ചിന്തയാമഹേ, സുദീർഘമായ ധാരണാഭ്യാസത്താൽ ബുദ്ധിമുട്ട് കൂടാതെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നതാണ്. എന്താ ഭഗവാൻ പറയുന്നത്?
ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ മാത്രം ഏകാശ്രയമായി കരുതുന്നവർക്ക് ധ്യാനയോഗ പരിശീലനത്തിലൂടെ ഭഗവാന്റെ മനോമോഹന രൂപം എളുപ്പത്തിൽ മനസ്സിൽ ഉറപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ്. കാരണം നമ്മുടെ മനസ്സ് ആണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചഞ്ചലാത്മിക എന്നുകൂടി മനസ്സിനെ പറ്റി പറയും. ഇതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനലയാൻ വിട്ടാൽ നമ്മൾ അലഞ്ഞിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. എവിടെയും ഒരു ഉറപ്പുണ്ടാവില്ല, ഉറച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു ലക്ഷ്യത്തിലെത്തില്ല. അവസാനം വയസ്സായി 80-90 ആകുമ്പോഴും ഈ അലയൽ തന്നെയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം സാധിക്കാതെ വേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഈ ധ്യാനയോഗം പരിശീലിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് എന്നുള്ളത് ഭക്തന്മാരും കൂടി അറിയണമല്ലോ. ഇതിപ്പോൾ എഴുതുന്നത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഭട്ടതിരിപ്പാട് നമ്മോട് സൂചിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. നമസ്തേ.